സന്നിധി തന്നിൽ നായക. ഗുഡ് മോർണിംഗ്. പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് രണ്ട് കൊയ്ത്തുകൾ എന്നുള്ളതായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. സത്യവേദ പുസ്തകം ഇപ്രകാരം പറയുന്നു. വെളിപ്പാട് പുസ്തകം 14:14 പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. കർത്താവിൽ പ്രിയരെ, ഈ വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 ദൂതന്മാരുടെ ദൂതുകൾ അന്ത്യം വരുന്നതിന് വേണ്ടി ലോകത്തിന് വേണ്ടിയിട്ടുള്ളതായ ദൈവത്തിൻ്റെ അവസാനത്തെ മുന്നറിയിപ്പിൻ ഭാഗമായിട്ടാണ് ഇത് കുറിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. തീർച്ചയായിട്ടും ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് അവൻ്റെ തന്നെ വിശദീകരിക്കുന്നതായ സമാധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായ സമാനതകൾ എങ്ങനെയാണെന്ന് നാം നോക്കുമ്പോൾ അവിടെ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24:30 പ്രകാരം പറയുന്നു, മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. പ്രിയരെ, വീണ്ടും നാം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ അതിൻ്റെ 1:9 ഇപ്രകാരം പറയുന്നു, ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്നതിൻ്റെ 11-ാം വാക്യവും സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയരെ, ഈ പ്രവചനത്തെ ഈ വാക്യം കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കിരീടം എന്നതുകൊണ്ട് നാം ആദ്യം വായിക്കപ്പെട്ടതായ വാക്യത്തിൽ ഈ കിരീടം എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലെ ഗ്രീക്കിലെ പദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്തേഫാനോസ് എന്ന ആണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതായത് വിജയികൾക്ക് നൽകുന്ന പുഷ്പകിരീടം എന്നതാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി പിടിച്ചതായ ആ മുൾക്കിരീടത്തിനും ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നാം മത്തായി സുവിശേഷത്തിൽ 27:29 മർക്കോസ് സുവിശേഷം അതിൻ്റെ 15:17 ഒക്കെ തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂശിൽ യേശു സാത്താന്റെ മേൽ വിജയം നേടി. രണ്ടാം വരവിൽ ഈ ക്രിസ്തുവിന്റെ വിജയം വിശ്വസ്തരായ തൻ്റെ അനുയായികളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വരുന്നതായ രണ്ടാം വരവിൽ കൊയ്യുന്ന മൂർച്ചയുള്ള അരിവാളുമായി വരുന്ന ക്രിസ്തുവിന്റെ ശക്തമായ അലങ്കാര പ്രയോഗം രക്ഷിക്കപ്പെട്ടവരെ അവരുടെ പ്രതീകമായി ഗോതമ്പിനെയും നഷ്ടപ്പെട്ട പ്രതീകമായ കളകളെയും കുറിച്ച് ഒരു ഉപമയിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ താൻ ഭൂമിയിലായിരുന്നതായ സമയത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. അത് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 36 മുതലുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ച് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് വയലിലെ കളകളുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ എന്ന് പറയുന്നത് ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് എന്നത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തു മുൻകൂട്ടി തന്നെ ഉപമകളിലൂടെ പറഞ്ഞിരിക്കുന്നു. ഈ ഉപമയിലെ സത്യങ്ങളെ ബലപ്പെടുത്തുകയാണ് വെളിപ്പാട് പുസ്തകം ചെയ്തിരിക്കുന്നത്. കാലഘട്ടത്തിന്റെ ഈ അന്ത്യത്തിൽ ഗോതമ്പ് കളയും, കുഞ്ഞാടിനെ അനുസരിക്കുന്നവരും മൃഗത്തെ പിന്തുടരുന്നവരും എന്നിങ്ങനെ രണ്ട് വിഭാഗം മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാകുകയുള്ളൂ. അതായത് 2 കൊയ്ത്തുണ്ടായിരിക്കും.
എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇതിൽ നാം കൂടുതൽ പഠനത്തിനായിട്ട് നാം ഇത് വിധേയമാക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഇത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവൻ്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെതായ മുന്നറിയിപ്പ് അനേകം വേദവാക്യങ്ങളിലൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാമത് വാക്യം പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ് ആമേൻ. അപ്രകാരമെങ്കിൽ നാം എല്ലാം ക്രിസ്തുവിന്റെ വരവിൽ ദൈവനാമ മഹത്വത്തിനായി എടുക്കപ്പെടുന്നവരായി തീരുവാൻ തക്കവണ്ണം നാം ഒരുങ്ങിയിരിക്കാം. അതിനായി നമുക്ക് ഒരു നിമിഷം കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു നിമിഷം ഇത്തരത്തിലുള്ളതായ വാക്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിയല്ലോ. കൃപയാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളണം, പരിപാലിക്കണം, വഴി നടത്തണം. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിങ്കിൽ ശേഖരിക്കപ്പെടുന്നവരായി തീരുവാൻ തക്കവണ്ണം സർവേശ്വര മുഖാന്തരങ്ങൾ ഒരുക്കണം. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ കണക്കിടാതെ വണ്ണം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. സകലതും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കാൻ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ.